ടോയ്ലറ്റ് ഡെയിലി ക്ലീൻ ചെയ്യും. അതിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു റൊട്ടീനായിട്ട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത് ഉപയോഗിക്കും. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റ് എന്ന് പറയുന്നത് വൈറ്റാണ്. ഇനിയിപ്പം വേറെ കളർ ഓപ്ഷനൊക്കെ ഉണ്ട്, ബ്ലാക്കൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും ആ വൈറ്റ് കളറിലാണ് ടോയ്ലറ്റ് വരുന്നത്. അപ്പോൾ ടോയ്ലറ്റ് എന്തെങ്കിലും ഒരു പാടൊക്കെ ഈ വൈറ്റിൽ നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഈ പാടെന്ന് ഉദ്ദേശിക്കുന്നത് മറ്റ് എന്ത് പ്രശ്നങ്ങളും കഷ്ടപ്പാടും അതുപോലെ എന്താണെന്ന് കാര്യം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് കിട്ടും. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യുന്നതോടെ രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു ദിവസം മുഴുവനും ക്ലീനായിട്ടുള്ള ഒരു ടോയ്ലറ്റ് കിട്ടും. അപ്പോൾ അതിന് പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ സമ്പന്നരായിട്ടുള്ളൊരു അതുപോലെ തന്നെ ഇത് ചെയ്ത് ഒരു ബിസിനസ്സായി വിജയിച്ച ഒരാളും കൂടിയുണ്ട്. ജാപ്പനീസുകാരനാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടപ്പായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികളിലെ ടോയ്ലറ്റുകൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരെയും വെച്ചുകൊണ്ട് ജാപ്പാനിലേക്ക് കമ്പനികളിലെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു കമ്പനി അദ്ദേഹത്തിനുണ്ട്. അപ്പം ഈ ഒരു ജാപ്പനീസ് ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ഒരു റുട്ടീനായിട്ട് അല്ലെങ്കിൽ ഒരു ഹാബിറ്റായിട്ട് നിങ്ങളിത് ഏറ്റെടുത്ത് ചെയ്യുമോ?